ഇന്നലെ രാത്രി നമ്മുടെ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് ഫോഴ്സസ്, ഈ മിസൈലുകൾ, ഡ്രോൺസിനെ എല്ലാം ഡിഫൻഡ് ചെയ്യുന്ന ഫോഴ്സസ്, ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് 18 സ്ഥലങ്ങളിൽ നടക്കാനിരുന്ന ഒരു വലിയ മിസൈൽ ആക്രമണത്തെ തടഞ്ഞു. ഇത് സംബന്ധിക്കുന്ന വാർത്തകൾ ഇപ്പോഴാണ് പുറത്തു വന്നതെങ്കിൽ പോലും ഇന്നലെ രാത്രി ഒരു വലിയ എസ്കലേഷൻ അവിടെ സംഭവിക്കാനിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി അത്ര വലിയൊരു എസ്കലേഷൻ ആയിരുന്നു അവിടെ സംഭവിക്കാനിരുന്നത്. 2 രീതിയിലുള്ള വാർത്തകളാണ് ഇതിലൂടെ പുറത്തു വന്നത്. ഒന്നാമത്തേത്, S-400 നമ്മൾ ഉപയോഗിച്ചതിനെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു വാർത്തയുണ്ടെങ്കിലും മറ്റൊരു വശം പറയുന്നത് ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ഇന്റർസെപ്ഷൻ ചെയ്തത് എന്ന്. ഇവയെക്കുറിച്ച് കൂടാതെ ഈ HQ-9 റഡാർ സിസ്റ്റംസ് ഇന്ത്യ നശിപ്പിച്ചു എന്ന വാർത്ത ഇപ്പോൾ ഒരു വലിയ സംഭവമായി മാറിയിരിക്കുകയാണ്. ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇന്ന് 2 പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ഒന്നാമത്തേത്, ഈ ലാഹോറിൽ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം നെറ്റ്വർക്സിനെ നമ്മൾ നശിപ്പിച്ചു എന്ന വാർത്ത, അല്ലെങ്കിൽ ഈ എസ്കലേഷൻസ് തടയാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം, അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിൽ എന്തൊക്കെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വാർത്ത പുറത്തുവിട്ടു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞങ്ങൾ സെലക്ട് ചെയ്ത് ഈ സ്ഥലങ്ങളിൽ ആക്രമിച്ചത് പാകിസ്ഥാന്റെ ടെറർ ട്രെയിനിങ് സൈറ്റ്സിനെ മാത്രമായിരുന്നു. ഇതിൽ മതം സംബന്ധിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ തീവ്രവാദികളെ വളർത്തിയെടുക്കാനുള്ള ഒരു ട്രെയിനിങ്ങും അവർക്ക് ആവശ്യമായ ആയുധ സഹായം എല്ലാം നൽകുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഹെവി ഇന്റലിജൻസ് ഇൻപുട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. 100% തെളിവ് ഞങ്ങളുടെ പക്കലുണ്ട്. ലോകരാജ്യങ്ങളിൽ ആര് ചോദിച്ചാലും ഞങ്ങൾ അവർക്ക് നൽകാൻ തയ്യാറാണ്. ഇങ്ങനെ മതകേന്ദ്രങ്ങളെ ഭീകര സംഘടനകളുടെ ഒരു ട്രെയിനിങ് സെന്ററാക്കി മാറ്റിവെച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ഒരു ഭീരുത്വ പ്രവൃത്തിയാണ്. ഇവരെയെല്ലാം ട്രെയിനിങ് ചെയ്ത് ഞങ്ങൾക്കെതിരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെന്ത് ചോദിച്ചാലും, ഏത് രാജ്യം ഇതിന് തെളിവ് ചോദിച്ചാലും അത് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ പകരമായി പാകിസ്ഥാൻ ഞങ്ങളുടെ സിവിലിയൻ ടാർഗറ്റ്സിനെ ആക്രമിക്കുകയാണ്. LOCയിൽ പൂഞ്ച് സെക്ടറിൽ ഇതുവരെയും 16 പേർ മരിച്ചു. ഇത് ഏത് തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. LOCയിൽ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടേയില്ല. ഡിഫൻസീവ് പൊസിഷനിൽ നിന്നും ഞങ്ങളുടെ സിവിലിയൻസിനെ ഞങ്ങൾ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഇപ്പോഴും ഒഫൻസീവ് ആക്രമണം അവിടെ ആരംഭിച്ചിട്ടേ ഇല്ല. പാകിസ്ഥാൻ ഈ എസ്കലേഷൻസ് ഇങ്ങനെ കുറച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ LOCയിൽ ഇതുപോലുള്ള ലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാൽ അനുയോജ്യമായ ഒരു റെസ്പോൺസ് ഞങ്ങൾ നൽകാനും മടിക്കില്ല എന്നും പറഞ്ഞു. രണ്ടാമത്തെ വാർത്ത, അതിൽ പറഞ്ഞത്, ഇന്നലെ രാത്രി ഇന്ത്യയുടെ വെസ്റ്റേൺ ഭാഗത്തുള്ള 16 സ്ഥലങ്ങളിൽ പാകിസ്ഥാന്റെ മിസൈൽസ് സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യാനായി ശ്രമിച്ചിട്ടുണ്ട്. ഈ 16 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, അവന്തിപ്പുര, ശ്രീനഗർ, ജമ്മു, പഥൻകോട്ട്, അമൃത്സർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, അഡംപൂർ, ബധിൻഡാർ, ചണ്ഡീഗഡ്, നാൽ, ഫലോഡി, ഉത്തരാലി, ഉത്തർലോയ്, ഭുജ്. വീണ്ടും പഞ്ചാബ് പ്രൊവിൻസിലുള്ള ചില സ്ഥലങ്ങൾ. ഇവിടങ്ങളിലെല്ലാം പാകിസ്ഥാൻ അവരുടെ മിസൈൽസ്, ഡ്രോൺസ് ഫയർ ചെയ്ത് ഇന്നലെ രാത്രി 1 മണിയോടുകൂടി ഒരു സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏത് സമയത്താണോ പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്ട്രൈക്സ് ചെയ്തത്, ഏത് രീതിയിലാണോ ചെയ്തത്, അതേ സമയത്ത് തന്നെ ഒരു പ്രതികാര ആക്രമണം നടത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോ എവിഡൻസുകളും ഇതിനുണ്ട്. നിങ്ങൾ തന്നെ ഒരു പക്ഷെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇന്നലെ രാത്രി മുതൽ ഇന്റർനെറ്റിൽ അത് സർക്കുലേറ്റ് ആകുന്നുണ്ട്. എന്നാൽ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇപ്പോഴാണ് ലഭിച്ചത്. ഇങ്ങനെ പാകിസ്ഥാൻ ഇത്രയേറെ സ്ഥലങ്ങളിൽ മിസൈൽസ് ഫയർ ചെയ്തതിനു ശേഷം നമ്മുടെ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് കൗണ്ടർ US ഗ്രിഡ് ആൻഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഇവർ മിസൈൽസിനെ എല്ലാം ഇന്റർസെപ്റ്റ് ചെയ്തു. ഇത് ഒരു മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റം ആണ്. ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ്, നമ്മുടെ ആഭ്യന്തരമായി നിർമ്മിച്ച ഒരുപാട് ആന്റി ഡ്രോൺ സിസ്റ്റം, ഇവയെല്ലാം ചേർത്ത് വെച്ച ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ഇപ്പോൾ നമ്മുടെ പക്കൽ പല എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ആകാശ്, സ്പൈഡർ, ബറാക്കിന്റെ ലാൻഡ് വേരിയന്റ്, S-400, ഇവയെല്ലാം ഇന്ത്യയുടെ മൾട്ടി ലെയർ ഡിഫൻസ് സിസ്റ്റത്തിന് കീഴിൽ വരും. അതിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷനാണ് ഈ ആന്റി ഡ്രോൺ സിസ്റ്റം, അല്ലെങ്കിൽ ഡ്രോൺസ് മിസൈൽസിനെ എല്ലാം മീഡിയം റേഞ്ചിൽ ഡിഫൻഡ് ചെയ്യുന്ന സിസ്റ്റം. ഇവിടെ S-400 ഒരു പക്ഷേ ഉപയോഗിച്ചിരിക്കാമെന്ന ഒരു വാർത്തയുണ്ട്. കാരണം ഇന്റർസെപ്ഷൻ അനുസരിച്ച് നോക്കിയാൽ അത് മീഡിയം റേഞ്ചിലാണ് സംഭവിച്ചിരിക്കുന്നത്. മീഡിയം റേഞ്ചിനെ സംബന്ധിച്ച് റഷ്യയുടെ പക്കലുള്ള റഷ്യൻസിന്റെ 40N6 വേരിയന്റിലുള്ള ഒരുപാട് മിസൈൽസ് ഉണ്ട്. അതുപോലെ ആകാശ് ഇന്റർസെപ്റ്റേഴ്സ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാകാം. ആകാശ് മിസൈൽസ് ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം 25 മുതൽ 30 കിലോമീറ്റർ ദൂരത്തിനുള്ളിലാണ് ഈ ഇന്റർസെപ്ഷൻ സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഈ LOCയോട് ചേർന്ന പ്രദേശങ്ങളിലാണ്. അപ്പോൾ ഈ മീഡിയം റേഞ്ച് ഇന്റർസെപ്ഷൻസ് ആകാശ് ഉപയോഗിച്ച് ചെയ്തിരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ S-400ന്റെ റഡാർ ഒരു ടാർഗറ്റിന് കണ്ടുപിടിച്ചാലും നമ്മുടെ പക്കലുള്ള ഏത് മിസൈൽ വേണമെങ്കിലും വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും.
ഇതിനകം 24 മണിക്കൂർ നമ്മുടെ AWACS വിമാനങ്ങൾ ഈ LOCയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് മിസൈൽ സിസ്റ്റം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല. S-400 ഉപയോഗിച്ചിരിക്കാൻ കൂടുതൽ സാധ്യതയാണെന്ന് ഗവൺമെന്റ് ഒഫീഷ്യൽസ് പറയുന്നുണ്ട്. S-400 ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും താമസിക്കും. അറിയാവുന്നിടത്തോളം ഇതിൽ S-400 ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യത പരിമിതമാണ്. കാരണം അതിലുള്ളതെല്ലാം കോസ്റ്റ്ലി മിസൈൽസ് ആണ്. അകത്ത് പാകിസ്ഥാൻ ഏതുതരം മിസൈൽസ് ഉപയോഗിച്ചു എന്നുള്ളത് ഇപ്പോഴുവരെയും അറിയില്ല. ഒരു പക്ഷേ ഇനി വാല്യൂ കുറഞ്ഞ ടാർഗറ്റ്സിനെതിരെ ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം സ്വയം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ എവിടെയെല്ലാമാണോ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടെയെല്ലാം 100% ആ മിസൈൽസ് അതിന്റെ ക്യാപ്പബിലിറ്റി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആകാശ് ഇവിടെ ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇത് സംബന്ധിക്കുന്ന എല്ലാ അവശിഷ്ടങ്ങളും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും 1-2 ദിവസത്തിൽ പൂർണ്ണമായും ഇവിടെ എന്തെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്, എങ്ങനെയെല്ലാം ഇതിനെ ഡിഫൻഡ് ചെയ്തു എന്നുള്ളത് എവിഡൻസോടുകൂടി, ഫിസിക്കൽ എവിഡൻസോടുകൂടി തന്നെ പുറത്തേക്ക് വരും. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു പ്രതികരണം നടത്തണം എന്നതിനു വേണ്ടി അകത്തേക്ക് ഫയർ ചെയ്ത മിസൈൽസിനെ എല്ലാം ഇന്ത്യ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അത് അകത്ത് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇത്തവണ ഒരു വലിയ വാർത്തയായി പുറത്ത് വന്നിട്ടുണ്ടാകണം. ഒരു ഫുട്ടേജ് പോലും നമുക്ക് കാണാനും സാധിക്കുന്നില്ല താഴെ ഇമ്പാക്ട് ഉണ്ടാക്കിയതുപോലെ. അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം കൃത്യമായി അവരുടെ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അടുത്തത് എയർ ഡിഫൻസ് സിസ്റ്റം ലാഹോറിൽ വെച്ച് നശിപ്പിച്ചതിന് ശേഷം വീണ്ടും ഹൈ അലേർട്ട് പാകിസ്ഥാൻ സൈഡ് ബോർഡേഴ്സിലും പാകിസ്ഥാൻ സൈഡ് LOCയിലും നൽകിയിട്ടുണ്ട്. അവരുടെ തലസ്ഥാനമായ ഇസ്ലാമാബാദിന്റെ എയർ സ്പേസ് 48 മണിക്കൂറത്തേക്ക് പൂർണ്ണമായും ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഈ 48 മണിക്കൂറിൽ ഏതൊരു എയർക്രാഫ്റ്റ്സ് അവരുടെ ഓൺ മിലിറ്ററി ജെറ്റ്സ് ഒഴികെ ബാക്കിയുള്ള ഏതൊരു എയർക്രാഫ്റ്റ്സും ആ പ്രദേശത്തിന് മുകളിൽ പറക്കുന്നത് അവർ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ LOCയിലേക്ക് അവരുടെ ട്രൂപ്പ് മൂവ്മെന്റ്സും അധികമാക്കിയിട്ടുണ്ട്. ഈ പൂഞ്ച് സെക്ടറിന് പാരലായുള്ള പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ പ്രദേശത്ത് അവരുടെ പൂർണ്ണ ടാങ്ക് ബറ്റാലിയനെ ഇപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനൊരു വാർത്തയും പുറത്തു വന്നു. എന്നാൽ ചില സോഷ്യൽ മീഡിയ ഫുട്ടേജസിലൂടെയാണ് ഇത് അറിയാൻ സാധിച്ചത്. വീണ്ടും ഇന്ത്യ അതിനെക്കുറിച്ച് യാതൊരു റെസ്പോൺസും നൽകിയിട്ടില്ല. അവരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലെ ഈ വാർ ടൈമിൽ വരുന്ന വാർത്തകൾ, ടെൻഷൻസിനിടയിൽ വരുന്ന വാർത്തകൾ എല്ലാം തന്നെ മിലിറ്ററി മൂവ്മെന്റ്സിനെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഇപ്പൊ പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും ഇത് തന്നെയാണ്. അവിടെയുള്ള ലോക്കൽസ് എടുക്കുന്ന ഫുട്ടേജസ്, ഈ മിലിറ്ററി മൂവ്മെന്റ്സിന്റെ ഫുട്ടേജസ്, ഇങ്ങനെ പാകിസ്ഥാൻ സൈന്യം എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായി വീഡിയോസ്, ഫോട്ടോസിലൂടെ തന്നെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയി വരുന്നുണ്ട്. കൃത്യം 1 മണിക്കൂറിന് മുൻപ് അവർ എന്ത് ചെയ്തു എന്നുള്ളത് പോലും നമുക്കൊണ്ട് അറിയാൻ സാധിക്കും. അതുപോലുള്ള തെറ്റ് ഇവിടെയുള്ള ആരും ചെയ്യാൻ പാടില്ല. നോർത്തേൺ സൈഡിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ലോക്കൽ സൈനികം സംബന്ധിക്കുന്ന എന്തെങ്കിലും മൂവ്മെന്റ്സ് നടക്കുകയാണ്, മിലിറ്ററി സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് നടക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് അത് ഫുട്ടേജായി എടുക്കരുത്. അങ്ങനെ എടുത്താലും ദയവ് ചെയ്ത് അത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക. അത് ശത്രുവിന് നമ്മൾ തന്നെ നൽകുന്ന ഒരു ഹിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നമ്മൾ നൽകുന്ന ഒരു ഇൻഫർമേഷനായി മാറും. അടുത്തത് പാകിസ്ഥാൻ, ഇറാൻ, ഇന്ത്യ. ഈ 3 രാജ്യങ്ങൾക്കും ഇടയിൽ ഇറാൻ ഒരു മീഡിയേറ്ററായി നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഇറാന്റെ ഉദ്യോഗസ്ഥർ ഒഫീഷ്യൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇന്ന് വന്നിരുന്നു. 75 വർഷത്തേക്ക് ഈ 2 രാജ്യത്തിനും ഇടയിലുള്ള ഒരു സൗഹൃദം, 2 പേർക്കും ഇടയിലുള്ള ട്രേഡ് അഗ്രിമെന്റ്സിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കരാറുകൾ ഈ ഒരു മീറ്റിംഗിൽ നടക്കും. ഇതിൽ ഇറാൻ ഇന്ത്യക്ക് ഒരു ഓഫർ നൽകിയിട്ടുണ്ട്. വീണ്ടും ഈ 2 രാജ്യങ്ങളുടെ ടൈസ് വർദ്ധിപ്പിക്കാനായി ട്രേഡ് ആൻഡ് ഡിഫൻസ് സെക്ടറിൽ മ്യൂച്വലായി റിസർച്ച് ചെയ്യുകയും വെപ്പൺ സിസ്റ്റംസ് പുതുതായി കണ്ടുപിടിക്കുവാനുമുള്ള റിസർച്ചിൽ നമ്മൾ ഇറങ്ങണം. ഇസ്ലാമാബാദിന് ചുറ്റുമുള്ള മുഴുവൻ എയർ സ്പേസും അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ സൈഡിലുള്ള അന്താരാഷ്ട്ര ബോർഡറിൽ ഇവരുടെ ഈ ട്രൂപ്പ് മൂവ്മെന്റ്സും MLR സിസ്റ്റത്തിന്റെ മൂവ്മെന്റ്സും ഇപ്പോൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. എന്തോ ഒരു വലിയ കാര്യം പാകിസ്ഥാൻ ചെയ്യാൻ പദ്ധതിയിടുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പാകിസ്ഥാന്റെ പക്കൽ നിന്നും ഇതിന്റെ ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാത്ത കാര്യം. അപ്പോൾ പാകിസ്ഥാൻ ഇതിനെ പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യ ഒരു പ്രതികരണം നടത്തും. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇടയിൽ ഇടപെട്ട് ഈ 2 രാജ്യങ്ങൾക്കും ഇടയിലുള്ള ടെൻഷൻ കുറച്ചാൽ മാത്രമേ ഈ 2 രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ അതിജീവിക്കുകയുള്ളൂ. കാരണം ഇന്ന് ഇന്ത്യയുടെ മാർക്കറ്റ്സ് എല്ലാം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റീസെന്റ് ഡേയ്സിൽ സംഭവിച്ച മാർക്കറ്റ് ഡൗണിങ്ങിൽ ഇപ്പോൾ ഇത് ഇന്ത്യയുടെ ഒരു ഹയസ്റ്റ് ഇമ്പാക്റ്റ് മാറിയിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥ പാകിസ്ഥാന് ഒട്ടും തന്നെ ഇല്ല, അവരെ ലിസ്റ്റിൽ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ വളരുകയാണ്. അപ്പോൾ ഒരു തിരിച്ചടി വരികയാണെങ്കിൽ പാകിസ്ഥാനേക്കാൾ ഇന്ത്യക്കായിരിക്കും അതൊരു വലിയ ലോസായി മാറുക. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചാൽ നന്നായിരിക്കും. ഈ ടെൻഷൻസ് അധികമാകുന്നത് കൊണ്ട് 2 ഭാഗവും നഷ്ടങ്ങളും അധികമാകുന്നുണ്ട്. ഇനി പാകിസ്ഥാൻ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ പ്രശ്നം ഇനി എങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളത് പറയാൻ കഴിയുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.